വെൽക്കം ടു ഹാർവസ്റ്റ് ഓൺലൈൻ ക്ലാസ്സസ്. +2 സുവോളജിയുടെ സെഷൻസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സോട് കൂടി തുടങ്ങുകയാണ്. +2 സുവോളജിയിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ പഠിക്കാനുള്ളത് 8 ചാപ്റ്റേഴ്സാണ്. ഒന്നാമത്തെ ചാപ്റ്റർ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, രണ്ടാമത്തേത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, മൂന്നാമത്തെ ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, നാലാമത്തെ ചാപ്റ്റർ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്, അഞ്ചാമത്തെ ചാപ്റ്റർ എവല്യൂഷൻ, ആറാമത്തേത് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ്, 7 മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ, എട്ടാമത്തെ ചാപ്റ്റർ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. +1 നിങ്ങൾക്ക് 11ഓളം ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ടായിരുന്നു. +2 8 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഇതിൽ തന്നെ 3 ചാപ്റ്റേഴ്സ് വളരെ ചെറിയ ചാപ്റ്റേഴ്സാണ്. +1 ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ മാത്രമേ ചെറിയ ചാപ്റ്ററായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. +2 സിലബസിൽ 3 ചാപ്റ്റർ, രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, ഞാൻ പറഞ്ഞ മോളിക്കുലാർ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ, ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ, ഈ 3 ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ ചെറിയ ചാപ്റ്റേഴ്സാണ്. എൻട്രൻസ് എക്സാമിനേഷന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ സുവോളജിയുടെ ഭാഗത്തു നിന്ന് പഠിക്കേണ്ടത് ജെനറ്റിക്സ് ആൻഡ് എവല്യൂഷൻ എന്ന യൂണിറ്റാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, എവല്യൂഷൻ. ഈ 3 ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിനേഷനും അതുപോലെ തന്നെ നിങ്ങളുടെ ബോർഡ് എക്സാമിനേഷനും പ്രതീക്ഷിക്കാവുന്നത്. മാത്രമല്ല +1 ബയോമോളിക്യൂൾ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ തുടർച്ചയാണ് +2 ജെനറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്. ഹാർവസ്റ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ ക്ലാസ്സസ് നിങ്ങളെ ബോർഡ് എക്സാമിനേഷന് തയ്യാറാക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് നീറ്റ് ലെവലിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക്, നല്ലൊരു റാങ്ക് നേടിയിട്ട് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ക്ലാസ്സുകളാണ് ഹാർവസ്റ്റ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് നല്ലൊരു തുടക്കമാവട്ടെ. നല്ലൊരു പ്രാർത്ഥനയോട് കൂടിയിട്ട് നമുക്ക് തുടങ്ങാം. ഇത്തരത്തിലുള്ള ക്ലാസ്സുകളെല്ലാം കൃത്യമായിട്ട് അവലോകനം ചെയ്ത് അത് പഠിച്ച് നല്ലൊരു പൊസിഷനിൽ നിങ്ങൾ എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സുവോളജിയുടെ ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്റർ, ഈ ചാപ്റ്ററിൽ നമ്മൾ മുമ്പ് മനസ്സിലാക്കിയതുപോലെ തന്നെ ഹ്യൂമൻ ബീങ്സ് യൂണിസെക്ഷലാണ്. മെയിൽ ഓർഗാനിസം ഉണ്ട്, ഫീമെയിൽ ഓർഗാനിസം ഉണ്ട്. നമ്മൾ യൂണിസെക്ഷൽ എന്ന് പറയുന്ന കണ്ടീഷനെ പറയുന്ന കേസാണല്ലോ സെക്ഷൽ ഡൈമോർഫിസം. അപ്പോൾ ഹ്യൂമൻ ബീങ്സ് യൂണിസെക്ഷലാണ്, സെക്ഷൽ ഡൈമോർഫിസമാണ്. ദാറ്റ് മീൻസ് ഡൈഷ്യസ് കണ്ടീഷനാണ്. അതെല്ലാം എന്താണ് എന്നുള്ളത് കിങ്ഡം അനിമൽ കിങ്ഡം എന്ന് പറയുന്ന +1 ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മൊണീഷ്യസ് ആൻഡ് ഡൈഷ്യസ്, ബൈസെക്ഷൽ എന്താണ്, യൂണിസെക്ഷൽ എന്താണ്, ദെൻ സെക്ഷൽ ഡൈമോർഫിസം, ഈ വേർഡുകളെല്ലാം തന്നെ നിങ്ങൾ താഴ്ന്ന ക്ലാസ്സിലെ പഠിച്ചത്. അപ്പോൾ ഹ്യൂമൻ ബീങ്സ് യൂണിസെക്ഷലാണ്, സെക്ഷൽ ഡൈമോർഫിസം കാണിക്കുന്നു, ഡൈഷ്യസ് കണ്ടീഷനാണ്, ദെൻ വിവിപാരസാണ്. ഓക്കെ, യൂണിസെക്ഷലാണ്, സെക്ഷൽ ഡൈമോർഫിസം, വിവിപാരസാണ്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്നത് ആ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷനാണ്, ആ ഫസ്റ്റ് പാരഗ്രാഫാണ്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ നിങ്ങൾ ആ ലൈൻ ശ്രദ്ധിച്ചാൽ NCERT തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? ഹ്യൂമൻ ബീങ്സിന്റെ കേസിൽ യൂണിസെക്ഷലാണ്, സെക്ഷൽ ഡൈമോർഫിസം കാണിക്കുന്നു, അത് വിവിപാരസാണ്. ഇനി ഹ്യൂമൻ ബീങ്സിലെ ചില റീപ്രൊഡക്റ്റീവ് ഇവൻസുകളുണ്ട്. ആ റീപ്രൊഡക്റ്റീവ് ഇവൻസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഹ്യൂമൻ ബീങ്സിലുള്ള ഒന്നാമത്തെ റീപ്രൊഡക്റ്റീവ് ഇവൻസ് നോക്കൂ, ഗമെറ്റോജെനസിസ്. Genesis means what? Genesis means formation. താഴ്ന്ന ക്ലാസ്സിലെ പഠിച്ചതാണ്. Genesis means formation. Gametogenesis means formation of gamete. അപ്പോൾ ഹ്യൂമൻ ബീങ്സിലെ ഒന്നാമത്തെ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ് ആണ് ഗമെറ്റോജെനസിസ്. ഗമെറ്റോജെനസിസ് മീൻസ് formation of gametes. ഈ ഗമേറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരിക? ഗമേറ്റ് ആരൊക്കെയാണ് നോക്കിക്കോളൂ. ഒന്നാമത്തേത് സ്പേം ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ പറയുക? സ്പെർമാറ്റോജെനസിസ്. രണ്ടാമത്തേത് ഓവുണ്ട്. അപ്പൊ നമ്മൾ എന്താ പറയുക? oogenesis. Spermatogenesis, again genesis means formation.
Spermatogenesis means formation of sperm. Oogenesis means formation of ovum. So this is the first reproductive event in humans. Gametogenesis, clear ആണല്ലോ? Genesis means formation. Gametogenesis means formation of gametes. Spermatogenesis means formation of sperm in male. Formation of sperm in male. And oogenesis means formation of ovum in female. Formation of ovum in female. ഇനി രണ്ടാമത്തെ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ്, ഗമറ്റോജനസിന് ശേഷം രണ്ടാമത്തേത് ഇൻസെമിനേഷൻ. ഇൻസെമിനേഷൻ മീൻസ് ട്രാൻസ്ഫർ ഓഫ് sperm into the female genital tract. Transfer of sperm into the female genital tract. Insemination means transfer of sperm into the female genital tract. Okay, but second event, insemination means transfer of sperm into female genital tract. ഒന്നാമത്തേത് എന്തായിരുന്നു? ഗമറ്റോജനസിസ്. രണ്ടാമത്തേത് ഇൻസെമിനേഷൻ. ഇനി മൂന്നാമത്തെ റീപ്രൊഡക്റ്റീവ് ഇവന്റ് നോക്കൂ. മൂന്നാമത്തെ റീപ്രൊഡക്റ്റീവ് ഇവന്റ് ഫെർട്ടിലൈസേഷൻ. ഗമറ്റോജനസിസ്, ഇൻസെമിനേഷൻ, ഫെർട്ടിലൈസേഷൻ, അല്ലെങ്കിൽ നമ്മൾ അതിനെ കൺസെപ്ഷൻ എന്നും കൂടി പറയും. ഫെർട്ടിലൈസേഷൻ മീൻസ് ഫ്യൂഷൻ ഓഫ് ദി മെയിൽ ഗമേറ്റ് സ്പേം വിത്ത് ഫീമെയിൽ ഗമേറ്റ് ഓവം leading to the formation of zygote. Fusion of male gamete sperm with the female gamete ovum leading to the formation of zygote. Sperma, male gamete ആയ sperma ഫീമെയിൽ ഗമേറ്റ് ആയ ഓവവുമായിട്ട് കൂടിച്ചേർന്നിട്ട്, മെയിൽ ഗമേറ്റ് ആയ സ്പെർമ ഫീമെയിൽ ഗമേറ്റ് ആയ ഓവവുമായിട്ട് കൂടിച്ചേർന്നിട്ട് സൈഗോട്ട് ഫോം ചെയ്യുക. ഓക്കെ, so fertilization or conception means fusion of male gamete sperm with female gamete ovum leading to the formation of zygote. ഇനി നാലാമത്തെ റീപ്രൊഡക്റ്റീവ് ഇവന്റ് ആണ് ക്ലീവേജ് or what we call division. Cleavage or division. So what is cleavage? Zygote undergo repeated mitotic division. This zygote undergo repeated mitotic division. അപ്പോൾ സൈഗോട്ട് ഡിവിഷന് വിധേയമാകുന്നു. സൈഗോട്ട് ഡിവൈഡ് ചെയ്യുന്നു. നോക്കൂ നിങ്ങൾ, സ്പേമ അത് ഓവുമായിട്ട് കൂടിച്ചേർന്നിട്ട് സൈഗോട്ട് ഉണ്ടായി. ആ സൈഗോട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഡിവിഷന് വിധേയമാകുന്നു. അങ്ങനെ ആദ്യം 2 സെൽ ഉണ്ടാകുന്നു, പിന്നെ 4 സെൽ ഉണ്ടാകുന്നു, പിന്നെ 8 സെൽ ഉണ്ടാകുന്നു, 16 സെൽ ഉണ്ടാകുന്നു, ആൻഡ് സോ ഓൺ. നമ്പർ ഓഫ് സെൽസ് ഉണ്ടാകുന്നു. ആ ഒരു പ്രോസസ്, ആ ഒരു ഡിവിഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലീവേജ്. ഓക്കെ, സോ ഗമറ്റോജനസിസ്, ഇൻസെമിനേഷൻ, ഫെർട്ടിലൈസേഷൻ, ദെൻ ക്ലീവേജ് ഓർ ഡിവിഷൻ. ഈ ക്ലീവേജിന് ശേഷമാണ് ഇംപ്ലാന്റേഷൻ. What is implantation? Implantation means development of the blastocyst. Okay, development of blastocyst. ഈ ബ്ലാസ്റ്റോസിസ്റ്റിനെ പറ്റി നിങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. കാരണം ക്ലീവേജിലൂടെ ഉണ്ടായ ഒരു സ്ട്രക്ചറാണ് ബ്ലാസ്റ്റോസിസ്റ്റ്. ഓക്കെ, ക്ലീവേജിലൂടെ ഉണ്ടായൊരു സ്ട്രക്ചറാണ് ബ്ലാസ്റ്റോസിസ്റ്റ്. നമ്മൾ ഫെർട്ടിലൈസേഷനിൽ സൈഗോട്ട് എന്ന് പറഞ്ഞല്ലോ, ആ സൈഗോട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഡിവിഷൻസിന് വിധേയമാകുന്നു. അങ്ങനെ നമ്പർ ഓഫ് സെൽസ് ഉണ്ടാവുമല്ലോ, 2, 4, 8, 16 സെൽസ്. ആ സെൽസുകൾ നമ്മൾ ബ്ലാസ്റ്റോമിയസ് എന്ന് വിളിക്കും. അങ്ങനെയുള്ള ഒരു സ്റ്റേജാണ് ബ്ലാസ്റ്റോസിസ്റ്റ്. അപ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു. ഇംപ്ലാന്റേഷൻ മീൻസ് ഡെവലപ്മെന്റ് ഓഫ് ദ ബ്ലാസ്റ്റോസിസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ്സ് അറ്റാച്ച്മെന്റ് ടു ദി യൂട്രസ് എൻഡോമെട്രിയം. ഓക്കെ, അപ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു.
ആ ഡെവലപ്പ് ചെയ്ത ബ്ലാസ്റ്റോസിസ്റ്റ് യൂട്രസിൻ്റെ എൻഡോമെട്രിയത്തിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യും. ഓക്കെ, യൂട്രസിൻ്റെ 3 ലെയർ ഉണ്ട്. എൻഡോമെട്രിയം കണ്ടിട്ട് നിങ്ങൾ അതൊരു പുതിയ വേർഡാണെന്ന് വിചാരിക്കേണ്ട. യൂട്രസിൻ്റെ ഒരു ലെയർ, യൂട്രസിന് 3 ലെയേഴ്സ് ഉണ്ട്. എക്സ്റ്റേണലായ ലെയറിനെ വിളിക്കുന്ന പേരാണ് പെരിമെട്രിയം, മിഡിലായ ലെയറിനെ വിളിക്കുന്ന പേരാണ് മയോമെട്രിയം, ഇന്നറായ ലെയറിനെ വിളിക്കുന്ന പേരാണ് എൻഡോമെട്രിയം. അപ്പോൾ യൂട്രസിൻ്റെ എൻഡോമെട്രിയത്തിൽ പോയിട്ട് ഈ ബ്ലാസ്റ്റോസിസ്റ്റ് അറ്റാച്ച് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ. ആ ഒരു കൺസെപ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ. ഓക്കെ, സോ ഡെവലപ്മെന്റ് ഓഫ് ദ ബ്ലാസ്റ്റോസിസ്റ്റ് and its attachment to uterus endometrium. So these are the reproductive events: gametogenesis, insemination, fertilization, implantation, fertilization and cleavage, and after that the implantation. അപ്പോൾ നമ്മൾ പറഞ്ഞ റീപ്രൊഡക്റ്റീവ് ഇവൻസ് ഗമറ്റോജനസിസ്, ഇൻസെമിനേഷൻ, ദെൻ ഫെർട്ടിലൈസേഷന് ശേഷം ക്ലീവേജിന് ശേഷം ഇംപ്ലാന്റേഷൻ. ഇനി ഇംപ്ലാന്റേഷന് ശേഷം നമ്മൾ പറയുന്ന 6ാമത്തെ ഇവന്റ് പ്ലാസന്റേഷൻ. ഫോർമേഷൻ ഓഫ് ദി പ്ലാസന്റ് എന്ത് ചെയ്യുന്നു? ഫോം ചെയ്യുന്നു. പ്ലാസന്റ ഈസ് എ ഫിസിയോളജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ മദേഴ്സ് ബോഡി വിത്ത് ഫീറ്റസ്. അതെല്ലാം നിങ്ങൾ താഴ്ന്ന ക്ലാസ്സിലെ പഠിച്ചതാ. അതാണ് അടുത്ത ഇവന്റ് ആയിട്ട് പറയുന്നത്. ഗമറ്റോജനസിസ്, ഇൻസെമിനേഷൻ, ഫെർട്ടിലൈസേഷൻ, ദെൻ ഇംപ്ലാന്റേഷൻ, ഫെർട്ടിലൈസേഷന് ശേഷം ക്ലീവേജിന് ശേഷം ഇംപ്ലാന്റേഷന് ശേഷം 6ാമത്തെ ഇവന്റ് ആയിട്ട് പറയുന്നു പ്ലാസന്റേഷൻ. പ്ലാസന്റേഷന് ശേഷം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന 7ാമത്തെ ഇവന്റ് ഗ്യാസ്ട്രുലേഷൻ. എന്നൊരു കൺസെപ്റ്റ് അനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഗ്യാസ്ട്രുലേഷൻ, ഫോർമേഷൻ ഓഫ് ദ ജേം ലെയേഴ്സ് ഫോം ചെയ്യും. What is actually gastrula? It is one of the embryonic stage. എംബ്രിയോന്റെ ഡെവലപ്മെന്റിന്റെ ഒരു സ്റ്റേജ് ആണ് ഗാസ്ട്രുല. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് വേർഡ് പഠിക്കാനുണ്ട്. മോറുല, ബ്ലാസ്റ്റുല, ഗ്യാസ്ട്രുല, ന്യൂറുല, അങ്ങനെ ഒരുപാട് ടേംസ് പരിചയപ്പെടാനുണ്ട് ഈ ചാപ്റ്ററിൽ. അപ്പോൾ എംബ്രിയോന്റെ ഡെവലപ്മെന്റിന്റെ ഒരു സ്റ്റേജ് ആണ് ഗാസ്ട്രുല. എന്താണ് ആ സ്റ്റേജിന്റെ പ്രത്യേകത? ആ സ്റ്റേജിൽ ഗാസ്ട്രുല എന്ന് പറയുന്ന എംബ്രിയോണിക് സ്റ്റേജിൽ ലെയേഴ്സ് ഫോം ചെയ്യും. ഈ സൈഗോട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായ സെൽസ് ഉണ്ടല്ലോ, നമ്പർ ഓഫ് സെൽസ് ഉണ്ടല്ലോ, ആ സെൽസ് ലെയേഴ്സ് ആയിട്ട് അറേഞ്ച് ചെയ്യും. ആ ലെയേഴ്സിനെയാണ് നമ്മൾ ജേം ലെയേഴ്സ് അല്ലെങ്കിൽ ജേർമിനൽ ലെയേഴ്സ് എന്നൊക്കെ പറയുന്നത്. ജേം ലെയേഴ്സ്. സോ ഗാസ്ട്രുലേഷൻ്റെ പ്രത്യേകത ഫോർമേഷൻ ഓഫ് ആരൊക്കെയാ? +1 നിങ്ങൾ പഠിച്ചതാണ്. അനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചതാണ്. ഫോർമേഷൻ ഓഫ് ആരൊക്കെയാ? എക്ടോഡേർമ, then mesoderma, then endoderma. Ectoderma, mesoderma, endoderma. These are the organs these are the layers from where the tissues or the organs are developed. പഠിച്ചതാണ് നിങ്ങൾ +1. ഈ 3 ലെയേഴ്സ് ഉണ്ട് എങ്കിൽ ആ ഒരു കണ്ടീഷനെ ട്രിപ്ലോബ്ലാസ്റ്റിക് എന്നും അതല്ല 2 ലെയറേ ഉള്ളൂ എങ്കിൽ അതിനെ നമ്മൾ ഡിപ്ലോബ്ലാസ്റ്റിക് എന്നും പറയും. അവിടെ ആ ഡിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷനിൽ ആ എക്ടോഡേമിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു എൻഡോഡേമിൻ്റെയും ഇടയിലായിട്ടൊരു അൺഡിഫറൻഷ്യേറ്റഡ് ലെയറൊക്കെ വരുന്നുണ്ടല്ലോ, ദാറ്റ് ഈസ് മീസോഗ്ലിയ. ഓക്കെ, അപ്പോൾ ഈ കൺസെപ്റ്റ് എല്ലാം നിങ്ങൾ പഠിച്ചതാണ്. സോ ഗാസ്ട്രുലേഷൻ മീൻസ് ഫോർമേഷൻ ഓഫ് എക്ടോഡേം, മീസോഡേം, എൻഡോഡേം. ഓക്കെ, ഇനി 8ാമത്തെ ഇവന്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഓർഗനോജനസിസ്. Formation of the organs. Again the word genesis. Organogenesis means formation of the organs. That means first month കുഞ്ഞിന് എന്താണ് ഫോം ചെയ്യുന്നത്? ഹാർട്ട് ഫോം ചെയ്യും. 2nd മന്തിൽ ലിംസും ഡിജിറ്റ്സും ഫോം ചെയ്യും. 3rd മന്ത് ആകും മോസ്റ്റ് ഓഫ് ദി ഓർഗൻ സിസ്റ്റം ഫോം ചെയ്യും. ഓക്കെ, 5th മന്ത് ആകുമ്പോൾ കുഞ്ഞിൻ്റെ ഹെഡിലെ ഹെയേഴ്സ് ഫോം ചെയ്യും. 6th മന്തിൽ ഐലിഡ്സ് സെപ്പറേറ്റ് ചെയ്യും, ഐലാഷസ് ഫോം ചെയ്യും, തുടങ്ങി ഇവൻസ്. അതെല്ലാം വരുന്നത് ഓർഗനോജനസിസിലാണ്. ഇനി 9ാമത്തെ ഇവന്റ് ആയിട്ട് പാർട്ടൂറിഷൻ. Parturition means delivery of the baby.
ഓക്കെ, അതാണ് റീപ്രൊഡക്റ്റീവ് ഇവന്റ്. സോ റീപ്രൊഡക്റ്റീവ് ഇവന്റ് ഒന്നും കൂടെ ഒന്ന് ഓർത്ത് നോക്കിയേ. ഒന്നാമത്തെ റീപ്രൊഡക്റ്റീവ് ഇവന്റ് നമ്മൾ ആദ്യം പറഞ്ഞ ലൈനുകളൊന്ന് ക്യാച്ച് ചെയ്തോളൂ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്, സെക്ഷൽ ഡൈമോർഫിസം ആണ്, ഡൈഷ്യസ് കണ്ടീഷൻ ആണ്, യൂഡിസെക്ഷൽ ആണ്, വിവിപാരസ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ, ഹ്യൂമൻ ബീങ്സിന്റെ കേസിൽ ചില റീപ്രൊഡക്റ്റീവ് ഇവന്റ്സ് ഉണ്ട്. ഗമറ്റോജനസിസ് മീൻസ് ഫോർമേഷൻ ഓഫ് ഗമേറ്റ്സ്. അതിലാരൊക്കെ ഉണ്ട്? 2 ഇവന്റ് ഉണ്ട്. സ്പെർമാറ്റോജനസിസ് ഉണ്ട്, ഫോർമേഷൻ ഓഫ് സ്പെർം ഇൻ മെയിൽ, ആൻഡ് oogenesis, ഫോർമേഷൻ ഓഫ് ഓവം ഇൻ ഫീമെയിൽ. സെക്കൻഡ് ഇവന്റ് ഇൻസെമിനേഷൻ. NCERT നോക്കിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് NCERT നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇൻസെമിനേഷൻ, ട്രാൻസ്ഫർ ഓഫ് സ്പെർം ഇൻ ടു ഫീമെയിൽ ജനൈറ്റൽ ട്രാക്ട്. ഓക്കെ, തേർഡ് fertilization or conception. What is fertilization? Fusion of male gamete to sperm with the female gamete to ovum, leading to the formation of zygote. Okay, അടുത്തത് നമ്മൾ പറഞ്ഞത് നാലാമത്തെ ഇവന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത് ക്ലീവേജ് അല്ലെങ്കിൽ ഡിവിഷനാണ്. സൈഗോട്ട് അണ്ടർഗോ റിപ്പീറ്റഡ് മൈറ്റോട്ടിക് ഡിവിഷൻ. ആറാമത്തെ ഇവന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത് ഇംപ്ലാന്റേഷനാണ്. Development of the blastocyst. What is blastocyst? It is one of the developmental stage. Okay, development of the blastocyst and its attachment to uterine endometry. യൂട്രസിന്റെ എൻഡോമെട്രിയത്തിൽ വന്നിട്ട് ഈ ബ്ലാസ്റ്റോസിസ്റ്റ് അറ്റാച്ച് ചെയ്യുക, ദാറ്റ് ഈസ് ഇംപ്ലാന്റേഷൻ. ഓക്കെ, എൻഡോമെട്രിയം ഈസ് വൺ ഓഫ് ദ ലെയർ ഓഫ് യൂട്രസ്. ഇന്നർ ലെയർ ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പിന്നെ പ്ലാസന്റ ഫോം ചെയ്യുന്നു. ഫിസിയോളജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ മദേഴ്സ് ബോഡി വിത്ത് ഫീറ്റസ്. താഴ്ന്ന ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതാണ്. മദറിൻ്റെ ബോഡിയിൽ നിന്ന് ഫീറ്റസിന് ന്യൂട്രിയൻസ് കൊടുക്കാൻ, വേസ്റ്റ് മെറ്റീരിയൽസിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പ്ലാസന്റ ഫോം ചെയ്യുന്നു. അതിനുശേഷമാണ് നമ്മൾ അനിമൽ കിങ്ഡവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഗാസ്ട്രുലേഷൻ പറഞ്ഞത്, ഫോർമേഷൻ ഓഫ് ദ ജെർം ലെയേഴ്സ്. ഓക്കെ, വാട്ട് ഈസ് ജെർം ലെയേഴ്സ്? ലെയേഴ്സ് ഓഫ് ദി ഗാസ്ട്രുല ഫ്രം വിച്ച് ഓൾ ദി ഓർഗൻസ് ആർ ഡെവലപ്പ്. അങ്ങനെയല്ലേ നമ്മൾ മീസോഡേം എന്ന് ഹാർട്ടും അതുപോലെ തന്നെ മസിൽസ് ഒക്കെ ഉണ്ടാകുന്നു എന്ന് +1 പഠിക്കുന്നത്. ഫോർമേഷൻ ഓഫ് എക്ടോഡേം, മീസോഡേം, എൻഡോഡേം. ആൻഡ് ഹിയർ യു ക്യാച്ച് ഓൾ ദ പോയിന്റ്സ് റിഗാർഡിംഗ് അനിമൽ കിങ്ഡം. Okay, I mean the diploblastic and triploblastic condition. And what is the difference between differentiated layer and non-differentiated layer? And next, organogenesis, formation of the organs. That means first one heart, second limbs and digits, third most of the organ system including external genitalia and so on. Parturition means delivery of the baby. And what do you mean by gestation period? What is mean by gestation period? Listen the word. What do you mean by gestation period? Gestation period means it is the period starting from fertilization and end with the parturition. Okay, fertilization മുതൽ parturition വരെയുള്ള reproductive events. Fertilization, then cleavage, implantation, placentation, gastrulation, organogenesis, parturition. ഈ ഫെർട്ടിലൈസേഷൻ മുതൽ ഈ പാർട്ടൂരിഷൻ വരെയുള്ള ഈ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സുകൾ, ഈ എല്ലാ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സുകളെയും ചേർത്ത് പറയുന്ന പേരാണ് ജസ്റ്റേഷൻ പീരീഡ്. ഓക്കെ, അതിനൊരു ബൗണ്ടറി ഫെർട്ടിലൈസേഷനാണ്. അത് എൻഡ് ചെയ്യുന്നത് പാർട്ടൂരിഷനോട് കൂടിയാണ്. ഓക്കെ, അതാണ് ജസ്റ്റേഷൻ പീരീഡ്. ആൻഡ് ജനറലി ദ ജസ്റ്റേഷൻ പീരീഡ് ഇൻ ഹ്യൂമൻ ഫീമെയിൽ ഈസ് 280 days or nearly 9 months. Gestation period is 280 days or nearly it is 9 months in female. ഇനി ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തിൽ നമ്മൾ ലാക്ടേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടി പഠിക്കുന്നുണ്ട്. ലാക്ടേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടി ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തെ പാരഗ്രാഫിൽ എന്താണ് ലാക്ടേഷൻ? ലാക്ടേഷൻ മീൻസ് പ്രൊഡക്ഷൻ ആൻഡ് റിലീസ് ഓഫ് ദ മിൽക്ക്. That is lactation.
ഓക്കെ, സോ ദീസ് ആർ ദ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ്. ഇപ്പം നിങ്ങൾ ആ ഫസ്റ്റ് പാരഗ്രാഫ് നോക്കുമ്പോൾ ആ ഫസ്റ്റ് പാരഗ്രാഫിൽ ആ ഒരു പാരഗ്രാഫിൽ ഇല്ലാത്ത ചില കൺസെപ്റ്റ് കൂടി ഞാൻ അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ആ ഫസ്റ്റ് പാരഗ്രാഫ് നോക്കുമ്പോൾ ഗാമറ്റോജെനസിസും ഇൻസെമിനേഷൻ, ഫെർട്ടിലൈസേഷൻ, ഇംപ്ലാന്റേഷൻ, ജെസ്റ്റേഷൻ, പാർട്ടൂറിഷൻ, ഈ ഒരു കൺസെപ്റ്റ് മാത്രമേ കാണുള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആ ചാപ്റ്ററിലെ എല്ലാ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സിനെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ പാരഗ്രാഫ് ക്യാച്ച് ചെയ്യുക, അതിന് കൂടെ ഈ പറഞ്ഞ രീതിയിലുള്ള കൺസെപ്റ്റുകളിലേക്ക് അത് ആഡ് ചെയ്ത് പഠിക്കുന്നതാണ്. ആ ചാപ്റ്റർ എന്താണ് എന്നും നമ്മൾ ആ ചാപ്റ്ററിൽ 1 by 1 ആയിട്ട് ഏതൊക്കെ കൺസെപ്റ്റാണ് പഠിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നല്ലത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നോക്കൂ, ആ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ് ഏതൊക്കെയാണ്? ഗമറ്റോജെനസിസ്, ഇൻസെമിനേഷൻ, ഫെർട്ടിലൈസേഷൻ, ദെൻ ക്ലീവേജ്, ഇംപ്ലാന്റേഷൻ, പാർട്ടൂറിഷൻ, ദെൻ ഗാസ്ട്രുലേഷൻ, ഓർഗനോജെനസിസ്, ദെൻ പാർട്ടൂറിഷൻ. പ്ലാസന്റേഷൻ വരുന്നു, അതിനുശേഷം ഗാസ്ട്രുലേഷന് ശേഷം ഓർഗനോജെനസിസ്, ദെൻ പാർട്ടൂറിഷൻ. What do you mean by gestation period? What do you mean by gestation period? Is the period from fertilization to the parturition. Lactation means production and release of the milk. Then all these reproductive events starts at puberty. All these reproductive events start at puberty. പ്യൂബർട്ടിയിലാണ് ഈ എല്ലാ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സും സ്റ്റാർട്ട് ചെയ്യുന്നത്. മെച്യൂരിറ്റി എത്തിക്കഴിയുമ്പോഴാണ്, മെച്യൂറായി കഴിയുമ്പോഴാണ് ഈ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ്, മെയിലായാലും ശരി ഫീമെയിലായാലും ശരി, അവരുടെ ബോഡിയിൽ ഈ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്യൂബർട്ടിയോട് കൂടിയിട്ടാണ്. പ്യൂബർട്ടിയോട് കൂടിയിട്ടാണ് ഈ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സിലെ മെയിൻ ഇവൻറ്റ്സുകളെല്ലാം വരുന്നത്. സോ ഓൾ ദീസ് റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ് സ്റ്റാർട്ട്സ് അറ്റ് പ്യൂബർട്ടി. ഇനി ഈ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സിനെ ആര് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ഇപ്പം നമ്മൾ പറഞ്ഞ ഈ എല്ലാ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സിനെയും ഹോർമോൺസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. പ്ലസ് 1-ലെ 11ാമത്തെ ചാപ്റ്റർ, അവസാനത്തെ ചാപ്റ്റർ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ. നോക്കൂ, നിങ്ങൾ ആ ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം പ്ലസ് 2-ലെ 1ാമത്തെ ചാപ്റ്ററായിട്ട് വന്നത് ഏതാ? ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. അപ്പം നിങ്ങൾ പ്ലസ് 1-ലെ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ച ആ ഹോർമോൺസിൻ്റെ ഒക്കെ ഒരു അപ്ലിക്കേഷൻ ലെവൽ, ഒരു കൺസെപ്ച്വൽ ലെവൽ വരുന്നത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിലാണ്. സോ all these reproductive events are controlled by, are coordinated by the hormones. All these reproductive events are controlled and coordinated by the hormones. From where? Hormones from two parts. It is from mainly the anterior pituitary and the gonads. And the gonads means it is testis and ovary. ഓക്കെ, ഈ 3 ആളുകൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ആൻറ്റീരിയർ ലോബ്, അഡിനോഹൈപ്പോഫൈസിസ്, പാർസ് ഡിസ്റ്റാലിസ്. അഡിനോഹൈപ്പോഫൈസിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകൾ ആരൊക്കെയായിരുന്ന ഹോർമോണുകൾ? ഒന്നോർത്ത് നോക്കിയേ, ആരൊക്കെയാണ് ഹോർമോണുകൾ? ഒന്ന് LH, ലൂട്ടിനൈസിങ് ഹോർമോൺ. ആ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ആ സെക്കൻഡ് പാരഗ്രാഫിൽ വരുന്നുണ്ടല്ലോ ഈ ഹോർമോണൊക്കെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത്. സോ ഒന്നാമത്തേത് ലൂട്ടിനൈസിങ് ഹോർമോൺ. രണ്ടാമത്തെ പറഞ്ഞോളൂ, FSH, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇനി നോക്കൂ, ടെസ്റ്റിസിന്റെ ഭാഗത്ത് നിന്ന് ആരാ വരുന്നത്? ആൻഡ്രോജനാണ്, ടെസ്റ്റോസ്റ്റിറോൺ ആൻഡ്രോജനാണ്. ഓവറിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് ആരാണ്? ഈസ്ട്രോജൻ ആൻഡ് പ്രോജസ്റ്റിറോൺ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് കൺസെപ്റ്റ് ഇതാണ്. ഓൾ ദീസ് റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ് starts at puberty, and also these reproductive events are controlled and coordinated by the hormones. From where? Anterior pituitary, that comes under the category of LH and FSH. From the side of testis it is androgen, and from the side of ovary it is nothing but the two superstar, estrogen and progesterone. Okay, ini what is the there is a remarkable difference between male reproductive system and ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും തമ്മിൽ റിമാർക്കബിൾ ഡിഫറൻസ് ഉണ്ട്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ
the production of sperm continues in an old man. Production of sperm continues in an old man. But in the case of female, the production of ovum ceases at a certain age. Ovathinte production ഒരു particular ഏജോട് കൂടിയിട്ട് സ്റ്റോപ്പ് ആവും. There is so many remarkable difference between male and female reproductive system. വളരെ പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് ഇതാണ്. In the case of male, the production of ovum ceases. In the case of male, the production of sperm is in old man. Production of ovum is up to the an old man. But in the case of female, the production of ovum ceases certain age. ഈ ചാപ്റ്ററിൽ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആ ഭാഗത്ത് നമ്മൾ പറയുന്നുണ്ട് മെനാർക്ക് ആൻഡ് മെനോപോസ്. മെനാർക്ക് ആൻഡ് മെനോപോസ്. ഫസ്റ്റ് മെൻസ്ട്രേഷൻ, ലാസ്റ്റ് മെൻസ്ട്രേഷൻ. മെനാർക്ക് ആൻഡ് മെനോപോസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത് ഗമറ്റോജെൻസിസ് ആണ്. പക്ഷേ ഗമറ്റോജെൻസിസ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് വി മസ്റ്റ് ഫോക്കസ് what is male reproductive system and what is female reproductive system. കാരണം ആ രണ്ട് കൺസെപ്റ്റ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ പാർട്സ് ഏതൊക്കെയാണ്? ടെസ്റ്റിസ്, അതിൽ സെമിനിഫറസ് ട്യൂബിൾസ്, ഓവറി ആണെങ്കിൽ ഓവറിക്കകത്തുള്ള ഗ്രാഫിയൻ ഫോളിക്കിൾ, ഈ കൺസെപ്റ്റൊക്കെ നമുക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ ഈ ഗമേറ്റോജെനസിസ് എന്താണ്, ഇൻസെമിനേഷൻ എന്താണ്, ഫെർട്ടിലൈസേഷൻ എന്താണ്, ഇംപ്ലാന്റേഷൻ എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഞാൻ നിങ്ങൾക്ക് തന്നത്, ഈ ഒരു സെഗ്മെൻറ്റ് നിങ്ങളോട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ പഠിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. ഹ്യൂമൻസ് ആർ യൂണിസെക്ഷൽ, സെക്ഷൽ ഡൈമോർഫിസം ആണ്, ഡൈഷ്യസ് കണ്ടീഷനാണ്, വിവിപാരിസം. വാട്ട് ആർ ദ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ്? ആ ഓർഡറിൽ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അത് എൻട്രൻസ് എക്സാമിനേഷനും അതുപോലെ തന്നെ ബോർഡ് എക്സാമിനേഷനും വരുന്നൊരു ഭാഗം തന്നെയാണ്. അവിടെ കൃത്യമായിട്ട് ആ ഭാഗം പഠിച്ചു വെക്കണം. ഗമറ്റോജെനസിസ്, ഇൻസെമിനേഷൻ, ഫെർട്ടിലൈസേഷൻ, then cleavage, implantation, placentation, gastrulation, organogenesis, parturition. Okay. Then gestation period, fertilization to the parturition, and it is 280 days on 9 months, around 9 months. Then what do you mean by lactation? Production and release of milk. All these reproductive events starts at puberty. There is a remarkable difference between male reproductive system and female reproductive system. In the case of male, production of sperm in an old man, but in the case of female, production of ovum up to certain ages, menarche and menopause. All these reproductive events are controlled and coordinated by the hormones, and that hormones is actually from anterior pituitary, the master gland of our body, and also the two gonads, testis and ovary. And here we discuss the following hormones: LH, FSH, androgen, estrogen, progesterone. ഇതാണ് ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിക്കാം. ദ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നോക്കൂ. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ലൊക്കേഷൻ ഏതാണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ കാണുന്ന പാർട്സുകൾ, ടെസ്റ്റിസ്, then അതുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേം പാസ് ചെയ്യാനുള്ള ഡക്റ്റ് സിസ്റ്റം, ഇതെല്ലാം കാണുന്ന ലൊക്കേഷൻ പെൽവിസ് റീജിയനാണ്. പെൽവിസ് റീജിയൻ, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ലൊക്കേഷൻ പെൽവിസ് റീജിയനാണ്. ഇനി മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ആരൊക്കെയുണ്ട് നോക്കൂ. ഒന്നാമത്തേത് ടെസ്റ്റിസ്, പെയർഡായ ടെസ്റ്റിസ്. രണ്ടാമത്തേത് ആക്സസറി ഡക്റ്റ്, മൂന്നാമത്തേതോ ആക്സസറി ഗ്ലാൻഡ്. നാലാമത്തേതോ എക്സ്റ്റേണൽ ജെനിറ്റേലിയ. ആ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ലൊക്കേഷൻ പെൽവിസ് റീജിയൻ ആണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ആരൊക്കെയുണ്ട്? ഒന്നാമത്തേത് ടെസ്റ്റിസ്, രണ്ടാമത്തേത് ആക്സസറി ഡക്റ്റ്, മൂന്നാമത്തേത് ആക്സസറി ഗ്ലാൻഡ്, നാലാമത്തേത് എക്സ്റ്റേണൽ ജെനിറ്റേലിയ. നമുക്ക് 1 by 1 നോക്കാം. ഒന്നാമത്തേത് ടെസ്റ്റിസ്. ടെസ്റ്റിസിൻ്റെ പ്രത്യേകത, ടെസ്റ്റിസ് പ്രൈമറി സെക്സ് ഓർഗനാണ്. ടെസ്റ്റിസ്
പ്രൈമറി സെക്സ് ഓർഗനാണ്. പ്ലസ് വണ്ണിൽ പഠിച്ചതാണ് നിങ്ങൾ കെമിക്കൽ കോർഡിനേഷൻ എന്ന ചാപ്റ്ററിൽ. ടെസ്റ്റിസ് പ്രൈമറി സെക്സ് ഓർഗനാണ്. ഒരു ഓർഗനെ എപ്പോഴാണ് പ്രൈമറി സെക്സ് ഓർഗനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും? ഒന്നാമത്തത്, ഇറ്റ് ഈസ് ഏബിൾ ടു പ്രൊഡ്യൂസ് ഹോർമോൺസ്. ഇറ്റ് ഈസ് ഏബിൾ ടു പ്രൊഡ്യൂസ് ഗമേറ്റ്. ഇറ്റ് ഹാസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ റീപ്രൊഡക്ഷൻ. ഞാൻ പറഞ്ഞത്, ഒരു ഓർഗനെ നമ്മൾ പ്രൈമറി സെക്സ് ഓർഗനായിട്ട് പരിഗണിക്കണമെങ്കിൽ 3 ക്രൈറ്റീരിയ ഉണ്ട്. ഒന്നാമത്തെ ക്രൈറ്റീരിയ, ഇറ്റ് ഈസ് ഏബിൾ ടു പ്രൊഡ്യൂസ് എ ഹോർമോൺ. അതൊരു ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യണം. രണ്ടാമത്തേത്, ഇറ്റ് ഈസ് ഏബിൾ ടു പ്രൊഡ്യൂസ് എ ഗമേറ്റ്. മൂന്നാമത്തേത്, ഇറ്റ് ഹാസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ റീപ്രൊഡക്ഷൻ. ആ അർത്ഥത്തിൽ നോക്കൂ നിങ്ങൾ, ടെസ്റ്റിസ് ഹോർമോണെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു ആൻഡ്രോജൻ. ടെസ്റ്റിസ് ഗമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സ്പേം. ടെസ്റ്റിസിന് റീപ്രൊഡക്ഷനിൽ റോളും ഉണ്ട്. അപ്പോൾ ടെസ്റ്റിസിന് നമ്മൾ പറയുന്നത് പ്രൈമറി സെക്സ് ഓർഗൻ എന്നാണ്. പ്രൈമറി സെക്സ് ഓർഗൻ. ഇനി രണ്ടാമത്തെ ആളെ നോക്കൂ, ആക്സസറി ഡക്റ്റ്. ആക്സസറി ഡക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില പാർട്സുകളാണ്. വാസ് ഡിഫറൻസ്, എപ്പിഡിഡൈമിസ്, വാസ ഇഫറൻഷ്യ തുടങ്ങിയ ചില ഭാഗങ്ങൾ. ഈ ആക്സസറി ഡക്റ്റിൻ്റെ പ്രത്യേകത എന്താ? ഈ ടെസ്റ്റിസ് സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ. ആ സ്പേം ഫീമെയിലിൻ്റെ ബോഡിയിലേക്ക് എത്തണ്ടേ? നിങ്ങൾ ആ ഇൻസെമിനേഷൻ എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ ഒന്ന് ക്യാച്ച് ചെയ്ത് നോക്കിയേ. വാട്ട് ഈസ് ഇൻസെമിനേഷൻ? ട്രാൻസ്ഫർ ഓഫ് സ്പേം ഇൻ ടു ഫീമെയിൽ ജനൈറ്റൽ ട്രാക്ട്. അപ്പോൾ ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേം ഫീമെയിലിൻ്റെ ബോഡിയിലേക്ക് എത്തണം. അത് ഫീമെയിലിൻ്റെ ബോഡിയിലേക്ക് അത് എത്തണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റിസിന് ശേഷം അത് ചില ഡക്റ്റുകളിലൂടെ പാസ് ചെയ്യും. ആ ഡക്റ്റുകളെ വിളിക്കുന്ന പേരാണ് ആക്സസറി ഡക്റ്റ്. വിശദമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് അത് എന്താണെന്ന് പറഞ്ഞിരുന്നു എന്ന് മാത്രം. ഓക്കെ. അപ്പോൾ ആക്സസറി ഡക്റ്റ് എന്ന് പറഞ്ഞാൽ അത് സ്പേമിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അതിൽ ചില ഭാഗങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്തത്. വാസ എഫറൻഷ്യ, എപ്പിഡിഡൈമിസ്, വാസ് ഡിഫറൻസ് തുടങ്ങിയ ചില ഭാഗങ്ങൾ. ഇവയെ നമ്മൾ പൊതുവേ പറയാറുള്ളത് സെക്കൻഡറി സെക്സ് ഓർഗൻ എന്നാണ്. സെക്കൻഡറി സെക്സ് ഓർഗൻ. ഈ സെക്കൻഡറി സെക്സ് ഓർഗൻ എന്ന് പറയുന്ന വേർഡ് നിങ്ങൾ കേട്ടതാണ് കേട്ടോ, പ്ലസ് വണ്ണിലെ കെമിക്കൽ കോർഡിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ. സെക്കൻഡറി സെക്സ് ഓർഗൻ. അപ്പോൾ സെക്കൻഡറി സെക്സ് ഓർഗൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അത് ഹോർമോണെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അത് ഗമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, പക്ഷേ റീപ്രൊഡക്ഷനിൽ പ്രധാനപ്പെട്ട റോളുണ്ട്. ഓക്കെ. സോ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി സെക്സ് ഓർഗൻ ആൻഡ് സെക്കൻഡറി സെക്സ് ഓർഗൻ? സെക്കൻഡറി സെക്സ് ഓർഗൻ നോട്ട് ഏബിൾ ടു പ്രൊഡ്യൂസ് എ ഗമേറ്റ്. സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലല്ലോ. ഇറ്റ് ഈസ് നോട്ട് ഏബിൾ ടു പ്രൊഡ്യൂസ് എ ഹോർമോൺ. ഓക്കെ. ബട്ട് ഇറ്റ് ഹാസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ റീപ്രൊഡക്ഷൻ. ഓക്കെ. അപ്പോൾ സെക്കൻഡറി സെക്സ് ഓർഗൻ്റെ കാറ്റഗറിയിലേക്കാണ് നമ്മൾ ഈ ആക്സസറി ഡക്റ്റിനെയും അതുപോലെ തന്നെ ഗ്ലാൻഡുകളെയും ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ആക്സസറി ഗ്ലാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പ്ലസ് വണ്ണിൽ കേട്ട ചില ഗ്ലാൻഡുകളുടെ പേര് തന്നെയാണ്. സെമിനൽ വെസിക്കിൾ, പ്രോസ്റ്റേറ്റ്, ദെൻ ബാൽബോ യൂറിത്രൽ ഗ്ലാൻഡ്. ഓക്കെ. അപ്പോൾ സെമിനൽ വെസിക്കിൾ, പ്രോസ്റ്റേറ്റ്, ബാൽബോ യൂറിത്രൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന ചില ഗ്ലാൻഡുകളുണ്ട് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ. അത് സ്പേമിൻ്റെ മോട്ടിലിറ്റിയെ, സ്പേമിൻ്റെ മെച്ചുറേഷനൊക്കെ എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. ഓക്കെ. അതാണ് ആക്സസറി ഗ്ലാൻഡ്. ദെൻ എക്സ്റ്റേണൽ ജെനിറ്റേലിയ. എക്സ്റ്റേണൽ ജെനിറ്റേലിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്റ്റേണലായിട്ട് കാണുന്ന റീപ്രൊഡക്റ്റീവ് ഓർഗൻ. എക്സ്റ്റേണൽ ജെനിറ്റേലിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്റ്റേണലായിട്ട് കാണുന്ന റീപ്രൊഡക്റ്റീവ് ഓർഗൻ. ഓക്കെ. സോ ദിസ് ഈസ് അബൌട്ട് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ലൊക്കേഷൻ, pelvis region. It consists of mainly 4 parts. Testis, which is considered as the primary sex organ, then accessory duct, then accessory gland, then external genitalia. ഇനി നമുക്കിതിൽ ഒന്നാമത്തെ ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ടെസ്റ്റിസ്. കുറച്ചും കൂടി വിശദമായിട്ട് നമുക്ക് ടെസ്റ്റിസിനെ പറ്റി പഠിക്കാം. ടെസ്റ്റിസിൻ്റെ പ്രത്യേകത, ടെസ്റ്റിസ് ഒന്നാമത്തെ പോയിന്റ്, ടെസ്റ്റിസ് പെയേർഡാണ്. പെയേർഡാണ്. ടെസ്റ്റിസിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്, ടെസ്റ്റിസിൻ്റെ ലൊക്കേഷനായിട്ട് നമ്മൾ പറയുന്നത് ഇവിടെ നിന്ന് ശ്രദ്ധിക്കൂ. ടെസ്റ്റിസിൻ്റെ ലൊക്കേഷൻ എക്സ്ട്രാ അബ്ഡോമിനൽ സ്ക്രോട്ടൽ സാക്ക്. അപ്പൊ ടെസ്റ്റിസ് ലൊക്കേഷൻ നോക്കൂ, എക്സ്ട്രാ അബ്ഡോമിനൽ. അബ്ഡോമന്റെ പുറത്താണ്, അബ്ഡോമിനലല്ല, എക്സ്ട്രാ അബ്ഡോമിനൽ.
അബ്ഡോമന്റെ പുറത്ത് എക്സ്ട്രാ അബ്ഡോമിനൽ സ്ക്രോട്ടൽ സാക്ക്. ഓക്കെ, അപ്പൊ ടെസ്റ്റിസ് പെയേർഡ് ആണ്. ടെസ്റ്റിസ് ലൊക്കേഷൻ അബ്ഡോമന്റെ പുറത്താണ്. എക്സ്ട്രാ അബ്ഡോമിനൽ സ്ക്രോട്ടൽ സാക്ക്. ഓക്കെ, വൈ ടെസ്റ്റിസ് ഈസ് ഓൺ സ്ക്രോട്ടം? വൈ ടെസ്റ്റിസ് ഈസ് ഓൺ സ്ക്രോട്ടം? നോക്കൂ, ഈ ഡയഗ്രം ഒന്ന് ശ്രദ്ധിക്കൂ. നിങ്ങൾ ഈ ഒരു വീഡിയോ സെഗ്മെന്റ് കാണുന്നതിൻ്റെ കൂടെ തന്നെ NCERT-യിൽ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് ഈ ഏരിയ പഠിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലുള്ള ഡയഗ്രാംസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ NCERT-ലെ ഫസ്റ്റ് ഡയഗ്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ലൊക്കേഷൻ എക്സ്ട്രാ അബ്ഡോമിനൽ സ്ക്രോട്ടൽ സാക്ക് ആണ്. There is a sac-like structure and that sac-like structure is called scrotum and that scrotum is on extra abdominal, അബ്ഡോമന്റെ പുറത്ത്. അപ്പോൾ ടെസ്റ്റിസ് പെയേർഡ് ആയതുകൊണ്ട് തന്നെ ഈ സാക്ക്-ലൈക്ക് സ്ട്രക്ചേഴ്സും പെയേർഡ് ആണ്. ശ്രദ്ധിക്കും, ടെസ്റ്റിസ് പെയേർഡ് ആയതുപോലെ തന്നെ ഈ സാക്ക്-ലൈക്ക് സ്ട്രക്ചേഴ്സും പെയേർഡ് ആണ്. So this is a one sac, one scrotum, and this is the second sac, second scrotum. ഓക്കെ, ഈ രണ്ട് സ്ക്രോട്ടത്തിനും ഒരു സെപ്പറേഷനാണ്. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ഇത് ഒരു സ്ക്രോട്ടാണ്, ഇതൊരു സ്ക്രോട്ടൽ സാക്കാണ്, ഇത് രണ്ടാമത്തെ സ്ക്രോട്ടൽ സാക്കാണ്. ഇവയെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു സെപ്റ്റമുണ്ട്. ഈ സ്ക്രോട്ടൽ സാക്കിൻ്റെ അകത്താണ് ടെസ്റ്റിസിനെ കാണുന്നത്. ഐ മീൻ ഓവൽ ഷേപ്പ്ഡ് ആയ ടെസ്റ്റിസ്. ഇതൊരു ടെസ്റ്റിസ്, ഇത് രണ്ടാമത്തെ ടെസ്റ്റിസ്. ഓക്കെ, ഇതൊരു ടെസ്റ്റിസ്, ഇത് രണ്ടാമത്തെ ടെസ്റ്റിസ്. അപ്പോൾ ലൊക്കേഷൻ എക്സ്ട്രാ അബ്ഡോമിനൽ സ്ക്രോട്ടൽ സാക്ക്. അപ്പോൾ ആ സ്ക്രോട്ടൽ സാക്കിൻ്റെ അകത്താണ് ഓവൽ ഷേപ്പ്ഡ് ആയ ടെസ്റ്റിസ് കാണുന്നത്. ഇനിയാണ് ക്വസ്റ്റ്യൻ, സാധാരണ എല്ലാ ബോർഡ് എക്സാമിനേഷനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. വൈ ടെസ്റ്റിസ് ഈസ് ഓൺ സ്ക്രോട്ടം? വൈ ടെസ്റ്റിസ് ഈസ് ഡിസെൻറ്റ് ഇൻ ടു ദി സ്ക്രോട്ടം? വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്? Scrotum helps to provide a low temperature. സ്ക്രോട്ടത്തിൻ്റെ പ്രത്യേകത, സ്ക്രോട്ടം helps to provide a low temperature of the testis. Low temperature of the testis എത്രയാ? 2 to 2.5 degree Celsius. 2 to 2.5 degree Celsius lower than the normal internal body temperature, which is necessary for spermatogenesis. Why testis is descend into the scrotum? Scrotum helps to maintain a low temperature, which is 2 to 2.5 degree Celsius lower than the normal internal body temperature, which is necessary for spermatogenesis. Spermatogenesis നടക്കണമെങ്കിൽ നമ്മുടെ ശരീര ഊഷ്മാവിനേക്കാളും താഴ്ന്ന ഒരു ഊഷ്മാവ് ഉണ്ടാവണം. ഓക്കെ, സ്പേമിൻ്റെ വയബിലിറ്റി ടെമ്പറേച്ചറിനെ ബാധിക്കുന്നുണ്ടോ? ടെമ്പറേച്ചറും സ്പേമും റിലേറ്റഡ് ആണ്. നോക്കൂ, ഊജനസിസിൻ്റെ കേസിൽ നിങ്ങൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് പഠിക്കില്ല. സ്പെർമാറ്റോജനസിസിൻ്റെ കേസിൽ മാത്രമാണ് നിങ്ങൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് പഠിക്കുന്നത്. അതായത് സ്പേം വയബിൾ ആവണമെങ്കിൽ, സ്പേം ആക്റ്റീവ് ആകണമെങ്കിൽ, സ്പേം മോട്ടൈൽ ആവണമെങ്കിൽ ടെമ്പറേച്ചർ ഈസ് എ വെരി 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 ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ അബ്ഡോമൻ അല്ല, അബ്ഡോമൻ്റെ താഴെ സ്ക്രോട്ടത്തിൽ ടെമ്പറേച്ചർ ലോവർ ദാൻ ദ നോർമൽ ഇന്റേണൽ ബോഡി ടെമ്പറേച്ചർ, വിച്ച് ഇസ് നെസസറി ഫോർ സ്പെർമാറ്റോജനസിസ്. ഓക്കെ, ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് ദിസ് testis? This testis is in adult each testis is oval shaped, 4 to 5 centimeter length, 4 to 5 centimeter length, then 2 to 3 centimeter width, 2 to 3 centimeter width. In adult, each testis is oval shaped, 4 to 5 centimeter length, 2 to 3 centimeter width, and it is pink colored. And this testis is covered by a dense covering. So these are the factors regarding male reproductive system. So male reproductive system consists of a pair of testis, accessory duct, accessory gland, external genitalia. All these reproductive organs are located on the pelvis region. First of all, we take the testis. Testis is the primary sex organ.
which is able to produce a hormone, which is able to produce a gamete, which has an important role in reproduction. And this testis location, extra abdominal scrotal sac, and this is considered as the scrotal sac. This is considered as the scrotum or scrotal sac, and this is the testis. This is the testis. And why testis on scrotum? Scrotum helps to maintain the low temperature of the testis to 2.5 degrees Celsius, lower than the normal internal body temperature, which is necessary for spermatogenesis. Then very important point, in adults, each testis is pink colored, oval shaped, 4 to 5 centimeter length, 2 to 3 centimeter width, and it is covered by a dense covering.